മൊത്തത്തിൽ മോളെ സ്കൂൾക്ക് പറഞ്ഞിട്ടുള്ള മോള് ഫസ്റ്റ് ടൈം ജൂൺ 2 സ്കൂളിലോട്ട് പോകുന്ന ദിവസമുണ്ട്. ഫസ്റ്റ് തന്നെ നീച്ച് മോൾക്കുള്ള കൂട്ടാനൊക്കെ അടുപ്പത്ത് റെഡിയാണ്. പിന്നെ ചുടുവെള്ളം തിളപ്പിച്ചിട്ട് ഇപ്പം മഴ സീസണല്ല, അപ്പം നമ്മൾ ചുടുവെള്ളം എന്തായാലും തിളപ്പിച്ചിട്ട് കുട്ടികൾക്ക് കുപ്പിയിലാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ചോറിട്ട് കൊടുക്കുക കേട്ടോ. പാത്രത്തിൽ ചോറിട്ടാക്കി കൊടുത്താണ്. എല്ലാം പുതുമോടിയാണ്. നല്ല മഴ, അതായത് മണ്ണിൻ്റെ മണം അതുപോലെ പുതുമോടിൻ്റെ മണം കൂടെ ഒരുമിച്ചിട്ട് അറ്റാച്ച്ഡായി വന്നൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. അതും ഫസ്റ്റ് ടൈം, ആദ്യത്തെ ദിവസം. പുതിയ ക്ലാസ്, പുതിയ ഷൂസ്, പുതിയ യൂണിഫോം, പുതിയ ലഞ്ച് ബോക്സ്, പുതിയ ടിഫിൻ ബോക്സ്, പുതിയ വാട്ടർ ബോട്ടിൽ, പുതിയ ബാഗ്, പുതിയ കിറ്റ്, പുതിയ കുട എല്ലാം കിട്ടിയിട്ടുള്ള പുതിയതിൻ്റെ ഒരു മണമായിട്ടുണ്ടോ ഒന്ന് സ്കൂളിലോട്ട് പോകണം. അതുപോലെ തന്നെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. മഴൻ്റെ മണ്ണിൻ്റെ മണവും രണ്ടും കൂടെ കൂടിക്കലർന്നിട്ട് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അങ്ങനെ ചോറ്റും പാത്രമൊക്കെ ഞാൻ ക്ലോസ് ചെയ്ത് വെച്ച് ഇതിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ചോറാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് അവളെ കിറ്റ്. യൂണിക്കോൺ കിറ്റ് തന്നെ വേണം യൂണിക്കോൺ കിറ്റ് തന്നെ വേണം എന്ന് പറഞ്ഞിട്ടാണ് യൂണിക്കോണിൻ്റെ കിറ്റിൻ്റെ ബാഗും അതുപോലെ യൂണിക്കോൺ യൂണിക്കോണിൻ്റെ തന്നെ സെറ്റായിട്ടുള്ള ഒരു ബാഗ് കൊടുത്ത് കേട്ടോ. അങ്ങനെ പിന്നെ അതെല്ലാം സെറ്റാക്കി. പക്ഷേ ഇവർക്ക് ലഞ്ചിന് കഴിക്കാൻ വേണ്ടി ലഞ്ചിൻ്റെ മിഡ് മോർണിംഗ് ടൈമിൽ ഇവർക്ക് എന്താ ബിസ്ക്കറ്റ് കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ യൂണിഫോം എല്ലാം പിന്നെ ഒന്നായിട്ട് ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൊണ്ടുപോയി ഇസ്തിരിടണം. മാളിമേലാട്ടോ ഇസ്തിരിടുന്ന സ്ഥലം. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് യൂണിഫോമിൻ്റെ എന്താണ് മിഡിയും അതുപോലെ തന്നെ എല്ലാം തേച്ച്, ഷർട്ട് തേച്ച് 3-4 ജോഡി ഉണ്ട് കേട്ടോ യൂണിഫോമിൻ്റെ. പിന്നെ അതെല്ലാം തേച്ച്, പിന്നെ എല്ലാം തേച്ച് കഴിഞ്ഞ് വന്നിട്ടോ മൊഫ്ത തേച്ച്. പിന്നെ ഇതാണ് കേട്ടോ ഇന്ന് മിഡ് മോർണിംഗ് സ്നാക്കിന് കൊണ്ടുപോകണത് ഓറിയോ ബിസ്ക്കറ്റ്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം പിന്നെ അവൾ തന്നെ ഇടുക കേട്ടോ. ഞാനൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഞാൻ ഹെയർ മാത്രം വാർന്ന് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ അവൾ തന്നെയാണ് കേട്ടോ ഇട്ടത്. ഇനി മോള് സെക്കൻഡ് സ്റ്റാൻഡേർഡൊക്കെയാണ്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷത്തിലാണ്. ഫ്രണ്ട്സ് ആളൊക്കെ 2 മാസം കഴിഞ്ഞ ശേഷം മീറ്റ് ചെയ്യണതും അതുപോലെ പുതിയ ടീച്ചർ, പുതിയ ക്ലാസ്, പിന്നെ ഇതെല്ലാം എന്താണ് അതുപോലെ അതിലേറെ ആവശ്യം എന്ന് പറഞ്ഞാൽ 2 മാസത്തെ വർക്ക്ഷീറ്റ് പ്രാക്ടീസ് വർക്കുകൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 മാസത്തെ വെക്കേഷൻ വർക്ക് അതെല്ലാം പുതിയ മാമിനെ ഏൽപ്പിക്കാനുള്ള ധൃതിയിലാട്ടോ ഈ മാറ്റുന്നതും ഈ പോണതും സ്കൂളിലോട്ട്. ഇന്നലെ പോയിട്ടില്ല, ഇന്നലെ തെറ്റിയിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് പിന്നെ ആൾ രാവിലെ തന്നെ നീച്ചപ്പോൾ ഇന്നലെ ഉറങ്ങിയിട്ട് പോലും ഇല്ല. പെട്ടെന്ന് സ്കൂളിലെത്തണം എന്നും പറഞ്ഞ് അതേ ഒരു എന്താ പറയുക വാക്കും വെച്ചിട്ട് മനസ്സ് കണ്ടിട്ട് അന്നലെ കിടന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങിച്ചാടി പുറപ്പെട്ട് ഫസ്റ്റത്തെ ദിവസമല്ലേ. ഈ ദിവസം എന്തായാലും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇന്നത്തെ ദിവസം മാത്രം. പിന്നെ ഒരു ദിവസങ്ങളിലും ഇന്നത്തെ ദിവസം പോലെ കുട്ടികൾ ആക്റ്റീവ് ആവില്ലല്ലോ. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു, 2ാം ക്ലാസ്സിലോട്ട് പോകാനുള്ള പുതിയ ക്ലാസ്സിലോട്ടും പുതിയ ടീച്ചേഴ്സിനെയും കാണാനുള്ള ഒരു ഹാപ്പി മൊമെൻ്റാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ അതിൻ്റെ മേലെ ഒരു കോട്ടും കൂടെ ഇട്ടിട്ടോ. അവരെ സ്കൂളിൻ്റെ ബാനർ വന്നിട്ടുള്ള കോട്ടാണിത്, അതും കൂടെ ഇട്ടിട്ടോ. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് അവളെ പറഞ്ഞേക്കാൾ ധൃതിയിലാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യുക. പിന്നെ ഞാൻ അസ്ഥിരിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ നിങ്ങൾക്ക് ഈ പുതിയ ഐറ്റംസിൻ്റെ മണം എന്താ പറയില്ലേ എൻ്റെ മൂക്കൊന്നും പോണില്ല. നിങ്ങൾക്ക് ഈ സ്ക്രീനിലൂടെ ഇത് കാണിച്ചു തരാൻ പറ്റണമെന്നുണ്ടെങ്കിൽ വാസനിപ്പിച്ച് തരാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത്ര നല്ലൊരു ഹാപ്പിനെസ് എനിക്കും ഫീൽ ചെയ്യുമായിരുന്നു, നിങ്ങൾക്കും ഫീൽ ചെയ്യുമായിരുന്നു കേട്ടോ. പക്ഷേ അത്രയ്ക്ക് നല്ലതായിരുന്നു. സ്മെല്ല് അങ്ങോട്ട് പോണില്ല. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ ഷോട്ട് ഞാൻ യൂട്യൂബിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ ചെറിയൊരു ഷോട്ട്. അപ്പോൾ പിന്നെ മോളിനാണ് കേട്ടോ സോക്സൊക്കെ ഇടണത്. വണ്ടി വരാൻ ഇനിയൊരു 10 മിനിറ്റേ ഉള്ളൂ. അപ്പോഴത്തേനും എല്ലാം സെറ്റ് ചെയ്ത് വെക്കണ്ട. 8:40 ആകുമ്പോഴത്തേനും വണ്ടി വരും അവളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റത്തെ ദിവസമല്ലേ സ്കൂളിൽ പോകുന്നതും പുതിയൊരു ദിവസമല്ലേ, അതുകൊണ്ടാണ് കേട്ടോ എല്ലാം പുതിയത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ചെയ്യണത്. ഞാനിങ്ങനൊരു വീഡിയോ വിചാരിച്ചതല്ല. അപ്പോൾ ഇനി എല്ലാം പുതിയതായതുകൊണ്ട് പിന്നെ എല്ലാം ഇന്നത്തെ ദിവസം അങ്ങനെ തന്നെ ആയിക്കോട്ടെ, പുതിയൊരു വീഡിയോ ആയിക്കോട്ടെ അത് വെച്ചിട്ടാട്ടോ വീഡിയോ ചെയ്തത്. അങ്ങനെ സോക്സൊക്കെ ഇട്ട് ഓളെന്നെ ഇട്ടിട്ടാ. പിന്നെ അവൾ തന്നെ സോക്സൊക്കെ റെഡിയാക്കി. പിന്നെന്താ ചെയ്യുക, പിന്നെ ഫുള്ള് യൂണിഫോം ഓൾ തന്നെ ഇട്ടത്. ഞാനൊന്നും ഇട്ടെടുക്കാൻ നിന്നിട്ടില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഓൾക്ക് തന്നെ ഇടണം വാശി. ഫസ്റ്റത്തെ ദിവസമായിട്ടല്ല, അത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ സ്കൂളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അവൾ തന്നെ ഇരുന്ന് ഇട്ടീനത്. പക്ഷേ ഇത് യൂണിഫോമൊക്കെ സ്കൂളിൽ തന്നെ കിട്ടിയതാണ് കേട്ടോ. പിന്നെ ഒന്നും പുറത്തൊന്നും വാങ്ങിയതല്ല. അപ്പോൾ ഈ ഒരു വെള്ള ഷർട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ആക്കി കൊടുക്കുക കേട്ടോ ഞാൻ.
അങ്ങനെ എന്താ ചെയ്യുക, മോളെ പറഞ്ഞേക്കും. മോള് ഭയങ്കര ഹാപ്പിയാണ് പോകാൻ വേണ്ടിയിട്ട്. ഇത് ഫസ്റ്റ് ടൈം ഇപ്പോൾ LKG-യിലൊക്കെ കൊണ്ടുപോയി ചേർത്ത സമയത്തൊന്നൊക്കെ ഭയങ്കര പോകാൻ സ്കൂളിലോട്ട് പോകാൻ ഇഷ്ടമായിരുന്നു കേട്ടോ. അംഗൻവാടികളൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ സമയത്തെ LKG-ന്ന് ഒരുപാട് കുട്ടികൾ കരഞ്ഞിട്ട് എൻ്റെ മോള് ഒന്ന് കരഞ്ഞിട്ട് പോലും ഇല്ല കേട്ടോ. അവരൊക്കെ കരയണത് അവരെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ കണ്ടിരുന്ന് ചിരിക്കാന്നല്ലാതെ ഓളൊന്ന് കരഞ്ഞിട്ട് പോലും ഇല്ല കേട്ടോ. പണ്ട് അങ്ങനെ ഒരു കരയണൊരു സ്വഭാവം, ഒരു കുറുമ്പോ ദേഷ്യമോ വാശിയോ ഒന്നും ഇല്ല കേട്ടോ. മാഷാ അല്ലാ. അങ്ങനെ പിന്നെ ഞാൻ എന്നോട് പറഞ്ഞു അതെൻ്റെ കൈ ഇതിൻ്റെ ലാസ്റ്റ് എൻഡിങ് ഉണ്ടല്ലോ, ആ കൈ ഇടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു അമ്മച്ചി എനിക്കിതിൻ്റെ കൈയിൻ്റെ ഇതൊന്ന് ഇട്ടുതരുമെന്ന്. അങ്ങനെ ഞാനത് 2 കൈയിൻ്റെ ഞാൻ ഇട്ടെടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഓൾ തന്നെയാണ് ചെയ്തത്. ഇപ്പം ഞാനില്ലെങ്കിൽ പോലും ഓൾ തന്നെ മുടി കെട്ടിയിട്ട്, അതായത് മാഷാ അല്ലാ ഒരു 6 ഇപ്പം 7 വയസ്സായിട്ട് അവൾക്ക് 7 വയസ്സിൻ്റേത് ഒരു മെച്യൂരിറ്റി അല്ല അവൾക്കുള്ളത്. അത് കുറച്ച് അഡൾട്ടായിട്ടുള്ളൊരു വ്യക്തിൻ്റെ ഒരു മെച്യൂരിറ്റി ആട്ടോ അവൾക്ക് ഇപ്പം തന്നെ ഉള്ളത്. ചെറുപ്പം മുതൽ അങ്ങനെ തന്നെയായിട്ടുള്ളത്. ഞാൻ മോളെ പറ്റിയിട്ട് നല്ല പുകഴ്ത്തി പറയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മൾ എന്താണ് നമ്മളെ മക്കളെ പറ്റി മനസ്സിലാക്കിയത്, ചെറുപ്പം മുതൽ നമ്മളെ മക്കളെ കാര്യങ്ങളും നമ്മളെ മക്കളെ എന്താ എങ്ങനെ എന്നൊക്കെ നമുക്ക് അറിയുമല്ലോ, അത് വെച്ചിട്ട് പറഞ്ഞതാട്ടോ. അപ്പോൾ ഞാൻ അവിടെയുള്ള ആ കുടുക്കത് നോക്കിയിട്ട് എനിക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് അത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ മറ്റേ കൈയിൻ്റെ എന്താ ഒരു കൈയിൻ്റെ ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ ഇനി മറ്റേ കൈ കാണിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ല വീഡിയോ തന്നെ ഒരു കൈയിൻ്റെത് കുടുക്കിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ലെങ്ത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഉണ്ട്, എത്ര മിനിറ്റ് എടുക്കുന്നുണ്ടെന്ന്, എത്ര ടൈം എടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ അത്യാവശ്യം ടൈം എടുത്ത് കണ്ടോ ഇതിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇനി എന്താ പറയല് ഒക്കെ മുടി കെട്ടാണ്ട് ഇനിയിപ്പോൾ വണ്ടി തരാൻ വേണ്ട കേട്ടോ. അധികം നേരം ഇല്ല കേട്ടോ. 10 മിനിറ്റിൽ 5 മിനിറ്റും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. അതിലിപ്പോൾ ഈ കൈയിൻ്റെ ഈ ബട്ടൺ ഇടാൻ വേണ്ടിയിട്ട് തന്നെ ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് എടുത്തിട്ടുണ്ട് ടൈം. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് എക്സ്ട്രാ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മുഖത്തിന് കുറച്ച് പൗഡർ, പോൺസിൻ്റെ പൗഡറായിട്ട് അവിടെ യൂസ് ആക്കുന്നത്. അപ്പോൾ അത് മുഖത്തിന് ഇട്ട് കൊടുത്തിട്ട് പിന്നെ മൊഫ്തിടാൻ പറഞ്ഞു അവളോട്. അപ്പോൾ മൊഫ്ത് ഇവർക്ക് നിർബന്ധം കേട്ടോ. ഇവർ സ്കൂൾ AP സ്കൂളാണ്. അപ്പോൾ ഇവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്, സ്റ്റാൻഡേർഡ് സ്കൂളിൽ മൊഫ്ത് നിർബന്ധമാണ് അവർ സ്കൂളിൽ. പിന്നെ പുതിയ പുതിയ ഷൂസും ഇട്ടെടുക്കാൻ പറഞ്ഞിട്ട് എപ്പോഴും അവൾക്ക് ഈ ഒരു കാര്യത്തിൽ മാത്രം മോള് എപ്പോഴും അവൾക്ക് പയക്കൂട്ടോ. കാരണം റൈറ്റും ലെഫ്റ്റും തിരിച്ചറിയൂല. അത് അങ്ങനെ ഇട്ട് ശീലമായതുകൊണ്ട്, ചെരുപ്പം പണ്ട് മുതൽ അങ്ങനെ ഇട്ട് ശീലമായതുകൊണ്ട് കേട്ടോ. പിന്നെ ഞാൻ അത്തറൊക്കെ തേച്ച് കൊടുത്ത് പുതിയ യൂണിഫോമൊക്കെ അല്ലേ ബാഗ് കുറച്ച് പരട്ടിക്കൊടുത്ത്, അതുപോലെ തന്നെ കിറ്റുമ്മലും കുറച്ച് പരട്ടിക്കൊടുത്ത്, പുതിയ യൂണിഫോം പുതിയ ബാഗ് അതൊക്കെ കുറച്ചും കൂടെ നല്ലൊരു സ്മെല്ലുണ്ടായിക്കോട്ടെ അതിന് വേണ്ടിയിട്ടിട്ട്. അപ്പോൾ ഇതാണ് അവളെ ബാഗ്, പിന്നെ ഇതാണ് അവളെ കിറ്റും. അപ്പോൾ എല്ലാത്തമ്മളും തേച്ച് കൊടുത്ത് ഞങ്ങൾ പോവാട്ടോ സ്കൂളിലോട്ട്. അപ്പോൾ മാഷാ അല്ലാ എൻ്റെ കുട്ടി സ്കൂളിലോട്ട് പോവാണ്. അപ്പോൾ പിന്നെ ഇതാ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വണ്ടി വരാൻ കുറച്ച് ടൈമും കൂടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതെന്നെ സറൗണ്ട് ചെയ്യുക, മൊത്തത്തിൽ സറൗണ്ട് ചെയ്യുക. ഇനി ഇതാണ് കേട്ടോ പണി. അങ്ങനെ പിന്നെ സലാമൊക്കെ തന്ന് കുട്ടി സലാമൊക്കെ തന്ന് കൊടുത്ത് അങ്ങനെ ലാസ്റ്റ് പോകുന്ന സലാമ് എപ്പോഴെങ്കിലും കൊടുക്കലുള്ളൂ, പക്ഷേ കിസ് അപ്പളും കൊടുക്കലുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ മോളെ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വണ്ടി ഇപ്പോൾ വരും കേട്ടോ. വണ്ടി കുറച്ച് നേരം നിന്നാൽ വണ്ടി ഇപ്പോൾ വരും. വണ്ടി ഇതാ വന്നിട്ടുണ്ട്. വണ്ടി വരുന്ന സൗണ്ട് കേട്ടപ്പോൾ ഓടലാണ് കേട്ടോ അത്. അപ്പോൾ ഇതാ വണ്ടി എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ കയറിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്ര ഉള്ളൂ. ഓളെ ഫുള്ള് വിശേഷങ്ങൾ മോളെ സ്കൂൾ പോക്കിൻ്റെ വിശേഷം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് ഞാൻ യൂട്യൂബിൽ കൊടുക്കുക. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. അസ്സലാമു അലൈക്കും, ബൈ.